ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫോൺ സ്റ്റാൻഡാണ് ഇത് ആക്ച്വലി ബാറ്ററി ഓപ്പറേറ്റഡ് വാക്യൂം ക്ലീനർ ആണ്. മെറ്റലല്ല ഗൈസ്, ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഏതായാലും ഫിനിഷിംഗ് കുഴപ്പമില്ല. ഓഫീസിൽ നിന്ന് വരുമ്പോൾ ഞാൻ എല്ലാ ദിവസവും വിചാരിക്കും ഹൈലി പ്രൊഡക്റ്റീവ് ആയിട്ട് ആ ദിവസം ഇരിക്കണമെന്ന്, ഉറങ്ങാതെ. പക്ഷേ എന്തും നല്ല ക്ഷീണമായിരിക്കും. അതാണ് ഇന്ന് വന്ന ഉടനെ അതിന്റെ കോഫി ഉണ്ടാക്കി കുടിച്ചത്. അതാകുമ്പോൾ ഉറങ്ങാതെ പിടിച്ചിരിക്കാൻ പറ്റുമല്ലോ. ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്ന് കയറിയപ്പോൾ വീട്ടിന് മുന്നിൽ വലിയൊരു പാക്കറ്റ് എന്താണെന്നല്ലേ. ഞാൻ ആക്ച്വലി ഹുണ്ടായി Nline എൻ്റെ വണ്ടിയുടെ ഒത്തിരി ആക്സസറീസ് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തായിരുന്നു. അപ്പോൾ കുറച്ച് ആക്സസറീസ് ഇതിന് മുമ്പ് വന്നായിരുന്നു. ഇന്ന് ബാക്കിയുള്ള ആക്സസറീസ് എല്ലാം വന്നു. അപ്പോൾ വീട്ടിന് മുന്നിൽ നിരത്തി വെച്ചിരിക്കുകയായിരുന്നു. എനിക്കിന്ന് വരുമെന്ന് അറിയായിരുന്നു, കാരണം അവരെന്നെ വിളിച്ച് OTP ചോദിക്കും, എന്നാലേ ഡെലിവറി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ OTP എല്ലാം കൊടുത്തു, സാധനങ്ങളെല്ലാം വീട്ടിൽ ഡെലിവറി ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്ലാൻ ഇതെല്ലാം ഒന്നും തുറന്ന് നിങ്ങളെ കാണിച്ചു തരാം എന്തൊക്കെ ആക്സസറീസ് ഞാൻ ഓർഡർ ചെയ്തു എന്ന്. അപ്പോൾ വന്ന കാറിൻ്റെ ആക്സസറീസ് എല്ലാം ഞാൻ ഈ ബോക്സിനകത്താക്കി. നമുക്കപ്പോൾ ഇനി ഒന്നൊന്നായിട്ട് തുറന്നു നോക്കാം. അപ്പോൾ ആദ്യത്തെ ഐറ്റമാണ് ഗൈസ്. വരട്ടെ, എന്താ ബുദ്ധിമുട്ട്. അതായത് ഇത് ആക്ച്വലി ഒരു വാക്യൂം ക്ലീനർ ആണ്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞായിരുന്നു എൻ്റെ പാർക്കിങ്ങിൽ ഇലക്ട്രിക് സോക്കറ്റ് ഇല്ല, അപ്പോൾ ഇനി പവർ എടുക്കാൻ വലിയ പാടാണ് അവിടെ. അപ്പോൾ അതാണ് ഒരു വാക്യൂം ക്ലീനർ ഞാൻ വാങ്ങിച്ചത്. ഇത് ആക്ച്വലി ബാറ്ററി ഓപ്പറേറ്റഡ് വാക്യൂം ക്ലീനർ ആണ്. അപ്പോൾ ഇതിൻ്റെ പേരാണ് അഗാറോ എന്നാണ് വായിക്കുന്നതെന്ന് തോന്നുന്നു, AGARO. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ ആക്ച്വലി യൂട്യൂബ് മൊത്തം തപ്പി, പിന്നെ ഗൂഗിൾ റിവ്യൂസ് എല്ലാം നോക്കി, അതിന് ശേഷമാണ് പ്രൈസിന് ഒത്തിരി സാധനം ഇത് വാങ്ങിച്ചത്. റിവ്യൂ പ്രകാരം ഈ ഐറ്റം സൂപ്പറാണ്. അപ്പോൾ നമുക്കിനി യൂസ് ചെയ്ത് നോക്കാം എങ്ങനെ ഇരിക്കുമെന്ന്. അപ്പോൾ ഇതിൻ്റെ കുറേ ആക്സസറീസും ഉണ്ട്. ഇനി എന്താ ആക്സസറീസ്? ഇതിൻ്റെ ചാർജ് ചെയ്യാനുള്ള സാധനം ഇതാണ് ഗൈസ്, ചാർജിങ് പ്ലഗ്. ഐ തിങ്ക് ഓൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ഇതിനെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ സ്റ്റിക്കർ നമുക്ക് ഇളക്കണം. ഇളക്കിയതിന് ശേഷം ഐ തിങ്ക് ഡൺ. വർക്കാവുന്നുണ്ട് ഗൈസ്. ഇത് കണ്ടില്ലേ, ഇവിടെ ലൈറ്റ് ഉണ്ട്. ഫുൾ ചാർജ് ആണെങ്കിൽ ഓക്കെ. ഇവിടെ ലൈറ്റ് ഇൻഡിക്കേറ്റർ ഉണ്ട്. ഫുൾ ചാർജ് ആണെങ്കിൽ ഈ 4 ലൈനില്ലേ, ഈ 4 ലൈനും ബ്ലൂ ലൈറ്റ് കത്തും. ഇപ്പോൾ ഇതിൽ 3 ലൈൻ മാത്രമേ ചാർജ് ഉള്ളൂ. അപ്പോൾ ഇനി ചാർജ് ചെയ്യാൻ വയ്ക്കണം. അപ്പോൾ പാർക്കിങ്ങിൽ പവർ സോക്കറ്റ് ഉള്ളവർ ഇത് വാങ്ങണം നിർബന്ധമില്ല. യുറേക്ക ഫോക്സിൻ്റെ വലുത് വരും. അതാവുമ്പോൾ വീട്ടിൽ ഉപയോഗിക്കാം, പാർക്കിങ്ങിൽ ഉപയോഗിക്കാം. ബട്ട് ഇത് എന്താ പറയുക, കാറിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് മാത്രമാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഐറ്റം ഗൈസ്. ഇതിൻ്റെ പൈപ്പ് ക്ലീൻ ചെയ്യാനുള്ളത്, അഡാപ്റ്റർ. ഇതാണ് അടുത്ത ഐറ്റം. ഇത് ആക്ച്വലി സ്റ്റിയറിംഗ് വീൽ നോബാണ്. ഞാൻ ഓൾറെഡി എൻ്റെ സ്റ്റിയറിംഗിൽ ഒരു കവർ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഹാഫ് കവറാണ്. അപ്പം ഞാൻ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ചെറുതായിട്ട് മൂവ് ചെയ്യും. അപ്പോൾ ഈ നോബ് വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതും മൂവ് ആവില്ല. പിന്നെ ഇത് വയ്ക്കുമ്പോൾ കാണാൻ ഒരു ലുക്കും ഇല്ലേ. അതാണ് ഇത് വാങ്ങിച്ചത്. അപ്പോൾ ഈ ഐറ്റം നിങ്ങൾ വാങ്ങുകയാണെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കണം. കാരണം ചില കമ്പനികളുടെ നോബുകളിൽ ഇതിൻ്റെ ഹൈറ്റ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഫുൾ സ്ലീവ് ഷർട്ട് ഇടുകയാണെങ്കിൽ ഇതിനിടയിൽ എന്താ പറയുക, കുടുങ്ങാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് സ്റ്റിയറിങ്ങിന് കൺട്രോൾ പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക. അതാണ് ഞാൻ എൻ്റെ ഹൈറ്റ് ഇല്ലാത്തത് വാങ്ങിച്ചത്. അപ്പോൾ ഇത് തുറന്നു നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് നോബ്. ഇതിന് വണ്ടിയിൽ ഫിക്സ് ചെയ്യണം. അതിൻ്റെ ഫിക്സ് ചെയ്യാനുള്ള സ്ക്രൂവും സംഭവങ്ങളും എല്ലാം ഇതിനകത്തുണ്ട്. കൊള്ളാം ഗൈസ്. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴല്ലേ ഇങ്ങനെ കറക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇത് മെറ്റലല്ല ഗൈസ്, ഇത് ഹാർഡ് പ്ലാസ്റ്റിക് ആണ്. ഏതായാലും ഫിനിഷിംഗ് കുഴപ്പമില്ല, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇതെല്ലാം ഇനി കാറിൽ ഫിക്സ് ചെയ്യണം. അതാണ് അടുത്ത ചടങ്ങ്. അതിനു മുമ്പ് വണ്ടി ആദ്യം കഴുകണം. വണ്ടി മൊത്തം ചെളിയാണ്. അപ്പോൾ അടുത്തത് ഇത് ആക്ച്വലി i20യുടെ സ്ക്രീൻ ഗാർഡാണ്. വണ്ടി വാങ്ങിച്ചിട്ട് 3 ദിവസമായി. സ്ക്രീൻ ഗാർഡ് എല്ലാ ആക്സസറിയും വാങ്ങിച്ചതിന് ശേഷമാണ് വാങ്ങുന്നത്. വണ്ടിയുടെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഓൾറെഡി ഒരു ലെയർ ഓഫ് സ്ക്രീൻ ഗാർഡ് ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചത് ചീത്തായി പോയതിന് ശേഷം ഒരെണ്ണം വാങ്ങാമെന്ന്. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ചീത്തായി. അതാണ് പുതിയ ഒരെണ്ണം വാങ്ങിച്ചത്. ഏറ്റവും കഷ്ടപ്പാട് എയർ ബബിൾ വരാതെ ഇതിനെ ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റത്തിൽ ഒട്ടിക്കണം. i20യുടെയും സോണറ്റിൻ്റെയും സ്റ്റീരിയോ ഒന്നാണ്. അതായത് രണ്ടിനും വർക്കാവും. കണ്ടില്ലേ, i20 ആൻഡ് സോണറ്റ് രണ്ടിനും പറ്റും. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോണറ്റോ i20 ഉള്ളവർക്ക് ഇത് വാങ്ങാം. അപ്പോൾ ഇത് ഞാൻ ആമസോണിൻ്റെ റിവ്യൂ കണ്ട് വാങ്ങിച്ചതാണ്. അപ്പോൾ നല്ലതായിരിക്കണം ഗൈസ്. ഇതെന്താണെന്ന് ഞാനും മറന്നുപോയി. ഇത് അപ്പോൾ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, പെട്രോൾ സ്റ്റിക്കർ. അപ്പോൾ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഇത് ഗൈസ്. ആക്ച്വലി എല്ലാ പെട്രോൾ ബങ്കിലും എല്ലാ വണ്ടികളെ പറ്റി ഇൻഫർമേഷൻ ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. പെട്രോൾ അടിക്കുന്ന സ്ഥലത്ത് ഡീസൽ അടിക്കാൻ പോയിട്ടുണ്ട് ആളുകൾ, എസ്പെഷ്യലി കുറച്ച് ഇൻറ്റീരിയറിലായിട്ടുള്ള പെട്രോൾ ബങ്കിലേക്ക് പോകുമ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലെ ഒരെണ്ണം ഒട്ടിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതും വാങ്ങാം. അടുത്തതൊരു ആക്സസറി അല്ല ഗൈസ്. ഞാൻ ആക്ച്വലി എല്ലാ വണ്ടിയിലും ഈ ഒരു സ്റ്റിക്കർ, കോമ്പസിൻ്റെ സ്റ്റിക്കർ ഒട്ടിക്കാറുണ്ട്. എൻ്റെ ബൈക്കിലും ഉണ്ട്. അപ്പോൾ കാറിൽ ഒട്ടിക്കട്ടെ.
അപ്പോൾ കാറിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ ഒരെണ്ണം വാങ്ങിച്ചു. ഒത്തിരി ട്രാവലിന് ഇഷ്ടപ്പെടുന്ന ഒരു വണ്ടികളിലെല്ലാം ഇത് ഉണ്ടാവുന്നതാണ്. അപ്പോൾ എൻ്റെ വണ്ടിയിൽ ഇത് കാണണ്ടേ. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. 190 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ ഒട്ടിച്ച് നോക്കട്ടെ. അപ്പോൾ ഇതുപോലുള്ള സ്റ്റിക്കർ വാങ്ങുമ്പോഴത്തേക്കും എല്ലാ സ്റ്റിക്കറും പ്രോപ്പറായിട്ട് പേസ്റ്റ് ആവണമെന്നില്ല. ഇതിനു മുമ്പ് ഞാനത് ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നോക്കാം ഇതെങ്ങനെയാണെന്ന്. നല്ലതാണെങ്കിൽ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം. അപ്പോൾ അടുത്തതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് ആക്ച്വലി ഒരു മൊബൈൽ ഹോൾഡറാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല. ഇതൊരു മാഗ്നറ്റ് ആണ് ആക്ച്വലി. ഇത് വളരെ ചെറുതാണ്, ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സൈസ്. അപ്പോൾ നമുക്കിത് കാറിനകത്ത് ഒട്ടിക്കാം. എന്നിട്ട് എന്താ പറയുക, ഇതിൻ്റെ മുകളിൽ മൊബൈൽ വെച്ചാൽ സ്റ്റിക്കായിട്ടിരിക്കും. ഇതാണ് മാഗ്നറ്റ്. ഇതിൻ്റെ കൂടെ ഒത്തിരി ആക്സസറീസ് ഉണ്ട്. ഇത് മെറ്റൽ സ്ട്രിപ്പാണ്, പിന്നെ ക്ലീൻ ചെയ്യാനായിട്ടുള്ള ക്ലോത്തും പിന്നെ ഒരു സൊല്യൂഷനും എല്ലാം ഉണ്ട്. ഈ മാഗ്നറ്റിലെ ആക്ച്വലി ഞാൻ വിചാരിച്ച പോലെ ഇത് സൂപ്പർ സ്ട്രോങ് ആണ്. ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ഫോൺ സ്റ്റാൻഡാണ് ഇത്. കാരണം ഇത്ര മാത്രം സ്ഥലമേ ഇതെടുക്കുള്ളൂ നമ്മുടെ എന്താ പറയുക ഫ്രണ്ട് ഡാഷ്ബോർഡിൽ. എന്നിട്ട് ഈ സാധനം ഇല്ലേ മെറ്റൽ പ്ലേറ്റ്, ഇത് നമുക്ക് ഫോണിൻ്റെ കേസിനകത്ത് പിറകിൽ വയ്ക്കണം. എന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ സ്റ്റിക്കാവും. നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രോങ് ആണ് കേസ്, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യമാണിത്. നിങ്ങൾക്ക് നാവിഗേറ്റർ ഇടാൻ നേരത്ത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇതെല്ലാം ഇനി കാറിൽ ഫിക്സ് ചെയ്യണം. ഫിക്സ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. കാരണം ഞാൻ ഒത്തിരി വീഡിയോസ് എല്ലാം നോക്കിയതിന് ശേഷമാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. അതുപോലെ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ എന്ത് ചെറുതാണ്. ഇതൊന്നും ഒരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഗൈസ്. ആരും എനിക്ക് ഇതൊന്നും പൈസ തരുന്നില്ല. എല്ലാം ഞാൻ പൈസ കൊടുത്ത് വാങ്ങിച്ചതാണ്. ബട്ട് എന്താ പറയുക, ഞാൻ ഒത്തിരി റിവ്യൂസ് എല്ലാം വായിച്ച് യൂട്യൂബിലെ വീഡിയോസ് എല്ലാം കണ്ടാണ് ഈ ഐറ്റംസ് എല്ലാം വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾക്കും ഈ സെയിം എമൗണ്ട് ഓഫ് എഫേർട്ട് ഇടേണ്ട കാര്യമില്ല ഈ സാധനങ്ങൾ വാങ്ങാനായിട്ട്. അപ്പോൾ ഈസിലി നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ണടച്ച് ഇത് വാങ്ങാം. ഇതാണ് ഗൈസ് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ജോലി. അൺബോക്സിങ്ങിന് ശേഷം ഇത്രയും ചവറ് ഞാൻ പ്രോപ്പറായിട്ട് ഇനി കളയണം. അപ്പോൾ അത് കളഞ്ഞിട്ട് കാണാം. അഞ്ജലി ഓടിയകത്ത് കയറി. അപ്പോൾ ഈ ചവറെല്ലാം ഇനി എടുത്ത് കളഞ്ഞിട്ട് കാണാം. ആക്സസറീസ് പിടിപ്പിക്കാനായിട്ട് താഴെ വന്നതാണ്. അപ്പോൾ ഈ കോലം കണ്ടിട്ട് പിന്നെ കഴുവാതെ ഇനി എങ്ങനെയാണ് ആക്സസറീസ് പിടിപ്പിക്കണേ. അപ്പം നമുക്ക് ആദ്യം വണ്ടി കഴുകാം. ആദ്യം നമുക്ക് കാറിൻ്റെ അകമൊന്ന് വാക്യൂം ക്ലീൻ ചെയ്യാം. അപ്പോൾ നമ്മുടെ വാക്യൂം ക്ലീനറിൻ്റെ ഉദ്ഘാടനം ഇന്ന് തന്നെയാണ് ഗൈസ്. അപ്പോൾ സാധനങ്ങളെടുത്തു, കണക്ട് ചെയ്തു. യൂസ്ഫുൾ ആണ് കേട്ടോ. ഈ മോട്ടറിൻ്റെ പവർ നല്ലതാണ് ആക്ച്വലി. ഞാൻ കാണിച്ചു തരാം. നോക്കിയോടെ. അപ്പോൾ വണ്ടിയെല്ലാം കഴുകി വണ്ടി ഒന്ന് ചൂടാക്കാനായിട്ട് പുറത്തിറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ സ്ഥിരം ഡെസ്റ്റിനേഷൻ അയ്യപ്പ ടെമ്പിളിൻ്റെ അടുത്ത് വരുന്ന കറങ്ങി പെട്രോൾ അടിച്ച് തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ തന്നെയാണ് ഗൈസ്. ഇതാ പറഞ്ഞ വഴി അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനിങ് നടക്കുകയാണ്. 10 മിനിറ്റ് പുറത്തിറങ്ങിയതിൽ വണ്ടിയും കൊണ്ട് ട്രിപ്പിൻ്റെ പ്ലാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ പറയുന്നില്ല, ആക്ച്വലി സസ്പെൻസ്, അടുത്തവണ പറയാം. ആക്ച്വലി ട്രിപ്പിൻ്റെ പ്ലാനൊക്കെ ചെയ്ത് ഫൈനലൈസ് ആയതിനു ശേഷം പറയാം നിങ്ങളോട്. ഞങ്ങളുടെ അയ്യപ്പ ടെമ്പിൾ, അയ്യപ്പൻ ഉറങ്ങി. അപ്പോൾ വണ്ടിയിൽ ഒട്ടുമിക്ക ആക്സസറീസും ഞാൻ ഫിറ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ നാളെ കാണിച്ചു തരാം. ഇപ്പോൾ അത് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനുള്ള ത്രാണിയില്ല ഗൈസ്. വണ്ടി കഴുകി പോളിഷ് ചെയ്തപ്പോൾ തന്നെ ഹാഫ് ടയേർഡായി. അപ്പോൾ ഇനി എന്താ ഫിക്സ് ചെയ്ത ആക്സസറീസിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നാളത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. എന്തായാലും ഞാൻ നിങ്ങളെ ആദ്യം കാണിച്ച മെഗ് സേഫിൻ്റെ മാഗ്നറ്റില്ലേ ഫോൺ വയ്ക്കാനുള്ള സാധനം, അത് നിങ്ങളൊരു ഫോൺ ഹോൾഡർ നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് ഡൗട്ട് വാങ്ങിച്ചോ. സംഭവം പൊള്ളിയാണ്, കിടുവാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം. കൊടുത്തു. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് ഗൈസ്, പോയി നോക്കൂ. ഇതൊന്നും പെയ്ഡ് പ്രൊമോഷൻ ഒന്നുമല്ല. കണ്ടിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട് അടിപൊളിയാണെന്ന് തോന്നിയതിന് ശേഷം മാത്രമാണ് ഞാൻ ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നത്. അതാകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അഥവാ ഇതുപോലെ സാധനം വാങ്ങണമെങ്കിൽ അവിടെ ഇവിടെ തപ്പുണ്ടല്ലോ. ഞാൻ റിവ്യൂ തപ്പി മൊത്തം വായിച്ച് പഠിച്ച് യൂട്യൂബൊക്കെ തപ്പിയതിന് ശേഷം വാങ്ങിച്ചതാണ്. അപ്പം ഉറപ്പായിട്ടും നല്ലതാണ്. നിങ്ങൾ ഉറപ്പായിട്ടും കണ്ണടച്ച് വാങ്ങിച്ചു. എനിക്ക് തോന്നുന്നു 2 ഷേപ്പ് ഉണ്ട്. ഞാൻ വാങ്ങിച്ചത് ഡോട്ടാണ്, ചെറുതാണ്. ഇതിൻ്റെ ഒരു എലോങ്ങേറ്റഡും ഉണ്ട്. അപ്പോൾ സിൻസ് ഞാനിവിടെ വയ്ക്കുന്ന ഫോൺ അത്ര ലൈറ്റ് ആയതുകൊണ്ട് എനിക്ക് ആ ഡോട്ട് മതിയായിരുന്നു. ലൈക്ക് ഡോട്ടല്ല, ചെറിയൊരു മാഗ്നറ്റ് മതിയായിരുന്നു. ഞാൻ രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഏതാണോ അത് വാങ്ങിച്ചു. വണ്ടി ഇതുപോലെ കഴുകിയിടാൻ നല്ല ചടങ്ങാട് ഗൈസ്. അങ്ങനെ ഒരുവിധം വണ്ടിയെല്ലാം കഴുകി വണ്ടിയിൽ പെട്രോളൊക്കെ അടിച്ചു, ഒരു റൗണ്ട് കറങ്ങി ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തി. ഡിന്നറെല്ലാം കഴിച്ചു. അപ്പോൾ അടുത്ത പ്ലാനാണ് ഉറങ്ങാനായിട്ട്. അതിനു മുമ്പ് പ്രൊജക്ടറിൽ എന്തെങ്കിലും കണ്ടിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി വേറെ ഒരു പരിപാടിയില്ല. കുറച്ച് നേരം പ്രൊജക്ടറിൽ എന്തെങ്കിലും കാണണം, അതിനുശേഷം ഉറങ്ങും. അപ്പോൾ എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും കാരണത്താൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പറയുക. അതുമല്ല, ഇതുവരെ കണ്ട സ്ഥിതിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നാളെ ഒരു പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. Yeah, I'm about to fade away, 'cause every time I wake up I feel like it's Monday. Something's going wrong with all the chemicals up in my brain. All of a sudden I don't look at anything the same way. Gotta build up of my thoughts sitting in an ashtray. I'm sorry that I'm so inconvenient, okay.